നാട്ടിലെ ജമീന്മാരെന്ന് പറയുമ്പോൾ അവിടുത്തെ മാക്സിമം ലാൻഡ് അവര് എടുക്കാൻ നോക്കും. സർക്കാർ ലാൻഡ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ലാൻഡ് ആയിക്കോട്ടെ. അവരുടെ അങ്ങനെയുള്ള ചെറിയൊരു ഒരു പിൽഗ്രിം സെന്ററായി ഇതിൽ വളർന്നു. അപ്പൊ ഇയാൾ വന്നു ഇപ്പോഴത്തെ വീരേന്ദ്രഗഡിയും ചുമതലയിട്ട്. പിന്നെ ഈ സമയത്ത് കോളേജിലുണ്ട് ഇയാൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. ധർമ്മസ്ഥലയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്ന സ്ഥലം ഏറ്റെടുക്കുകയാണ്. അപ്പൊ വലിയൊരു സ്ഥലം ഡ്രൈവേഴ്സ്. ഇയാളൊരു സംഘപരിവാര അനുഭാവി കൂടിയാണ്. അപ്പോൾ അവിടെ സംഘടനയിലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ അത്രയും സത്യസന്ധമായി നിയമം നടപ്പിലാക്കുന്ന സേഫ്റ്റി വിഷയസ് ഉണ്ടായിരുന്നു. പല കോളേജ് ഒരു ഗ്രാമത്തിൽ വലിയൊരു കോളേജ് ഇരുന്ന സമയത്ത് അവിടെ 2000-3000 കുട്ടികൾ മിനിമം പഠിക്കാൻ വരും. അപ്പൊ അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും, കോളേജിന്റെ വിഷയം ഉണ്ടാവും, എന്തുണ്ടാകുന്നത് ഇവർ കോളേജിനെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള വിഷയങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളും കൂടി ചേർന്ന് ഒരു പക വരുന്നത്. ഈ അടിസ്ഥാനത്തിൽ അവിടെ ഒരു റേപ്പ് ആൻഡ് മർഡർ ഉണ്ടായി. അത് അലിഗേഷൻ. ആ സമയത്ത് ആ മർഡർ നടത്തിയ ഒരാള് ചെറിയൊരു കുടിലായിരുന്നു. അത് തെറ്റെന്ന് പറയുന്നല്ല, അവർക്ക് മാനുവൽ ഭാഗത്തൊക്കെ അടക്കമൊക്കെയാണ്, നമ്പറൊക്കെയാണ് പൈസ വന്നിട്ടുണ്ടാവുന്നത്. എന്നാൽ പോലും അവരുടെ ജീവിത നിലവാരം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് തെളിവൊന്നും ഉണ്ടാവില്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതൊക്കെ മനസ്സിലാകും. എന്നുവെച്ചാൽ ഇവർക്ക് സ്ഥാനം അവർ പോയാണ് ഈ ടീമിന്റെ കൂടി ഓപ്പോസിറ്റ് ആയിട്ട് സമരം ചെയ്യലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ വന്ന എല്ലാ കേസുകളും എന്റെ ഫാമിലിയിൽ നിന്ന് മുതിർന്ന ആൾക്കാരെ വെച്ചാൽ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാര് പണ്ട് കാണാതായച്ചാൽ അവര് ധർമ്മസ്ഥലയിൽ പോയി അവിടെ കുറെ കാലം അവിടെ തന്നെ ജീവിച്ചു. കാരണം ഫുഡ് കിട്ടും, നേരം കിടന്നുറങ്ങാനുള്ള സ്ഥലം കിട്ടും. അങ്ങനെ വന്ന് അവിടെ ഈ അമ്പലത്തിൽ കുളിച്ചിട്ടേ പോകാൻ പാടും. അങ്ങനത്തെ ഒരു ഇതാണ്. കുളിച്ചിട്ടേ പോകുള്ളൂ ആൾക്കാർ കൂടുതൽ. അവിടെ ഇറങ്ങിയ ആൾക്കാർക്ക് ഒരാൾ മരിക്കും. പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ വെച്ചാൽ ജീവിതം മറുത്ത ആൾക്കാർ അവിടെ വരും. ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണ്. പെൺകുട്ടി പഠിച്ചിട്ടുമില്ല, ഇതൊരു അങ്ങനെ ഒരു അഡ്മിഷൻ അവിടെ വന്നിട്ടുമില്ല. അനന്യപ്പെട്ട് എന്ന് പറയുന്ന ഒരു കാരണം ഈ അവിടെ പോയി കല്യാണം കഴിക്കാൻ പൈസയില്ലെങ്കിൽ അവിടെ നിന്ന് പണ്ടുകാല സാമൂഹ്യ വിവാഹം അത് വലിയ സംഭവമാണ്. കാരണം അവർ താലിമാലയിൽ ഒരു ഗോൾഡ് അത് കൊടുക്കും, അവിടെ വിവാഹം ഏൽപ്പിക്കും. പിന്നെ അവിടെ ഇപ്പൊ നമ്മളെ ഈ 4-5 ജില്ലകളിൽ കാസർഗോഡ് ജില്ല ഇവിടെ ചേരും. ഇത് കർണാടക ആണെങ്കിൽ കേരളത്തിൽ കാസർഗോഡ് ജില്ല, പിന്നെ മംഗലാപുരം, ഉടുപ്പി, കുണ്ടാപുര, കൂർഗ്, മടിക്കേരി വരുന്ന സ്ഥലം, ഇപ്പുറത്ത് ഹാസറ ജില്ല. ഇത്ര ജില്ലകളില് പഴയ അമ്പലങ്ങളുണ്ടെങ്കിൽ അതിൽ നവീകരിക്കാൻ വേണ്ടി മിനിമം 1 ലക്ഷം രൂപ അവർ കൊടുക്കും. മിനിമം 1 ലക്ഷം ആകാംക്ഷ കൊടുക്കും. അപ്പം ഇവരുടെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പൈസ കിട്ടും. ഈ പൈസ ഭക്തന്മാർ കൊണ്ടിടുന്ന പൈസ